മലപ്പുറം സ്റ്റൈലിൽ ഒരു മുട്ട ഓംലെറ്റ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് ചിരുവിയ തേങ്ങ, 3-4 ചെറിയുള്ളി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് 1 മിനിറ്റ് കൂടി വറുക്കുക. എന്നിട്ട് ഇതൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 10-12 ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് തേങ്ങയുടെ അരപ്പും കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് കറി നന്നായിട്ട് തിളക്കുന്ന സമയത്ത് 2 മുട്ടയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇനി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാം. ഒരു സൈഡൊന്ന് വെന്താലും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും വെന്താലും നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 മിനിറ്റ് കൂടി തിളപ്പിച്ച് കഴിഞ്ഞാൽ പത്തിരിയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.